ഭൂട്ടാൻ സൈനിക ആഡംബര വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് കേന്ദ്ര ഏജൻസികളുടെ വീഴ്ച. ഭൂട്ടാനിൽ നിന്നും അതിർത്തി കടന്ന് ഒരു സുരക്ഷാ പരിശോധനയുമില്ലാതെ ഇന്ത്യയിലേക്ക് എങ്ങനെ വാഹനങ്ങൾ കടത്താനായി എന്നതിലാണ് സംശയം ഉയരുന്നത്. രാജ്യവ്യാപകമായി നടന്ന തട്ടിപ്പിൽ കേരളത്തിൽ മാത്രം റെയ്ഡ് നടത്തിയത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഉയരുന്നു. മുൻപില്ലാത്ത വിധം കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തിയതും അതിനിടയിലെത്തിയ ഫോൺ കോളും ഒക്കെ ഇപ്പോൾ സജീവ ചർച്ചയാണ്. നൂറുകണക്കിന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തികളിലൂടെ ഒരു സുരക്ഷാ പരിശോധനയുമില്ലാതെ എങ്ങനെ ഇന്ത്യയിലേക്ക് കടത്താനായി എന്നതാണ് ഉയരുന്ന ഒന്നാമത്തെ ചോദ്യം. അതും ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച വാഹനങ്ങൾ. അത്ര ദുർബലമാണോ നമ്മുടെ അതിർത്തികളിലെ സുരക്ഷ എന്ന സംശയമാണ് ഉയരുന്നത്. കേരളത്തിലേക്ക് മാത്രമാവില്ല ഇത്തരം വാഹനങ്ങൾ എത്തിയിട്ടുണ്ടാവുക. എന്നാൽ മറ്റൊരു സംസ്ഥാനത്തും ഓപ്പറേഷൻ നുംഖോർ എന്ന പേരിൽ ഒരു റെയ്ഡും കസ്റ്റംസ് നടത്തിയിട്ടില്ല. കള്ളക്കടത്ത് സംഘം കോയമ്പത്തൂർ സ്വദേശികളാണെന്ന് കസ്റ്റംസ് പറയുമ്പോഴും തമിഴ്നാട്ടിൽ ഇത്തരം ഒരു റെയ്ഡോ അറസ്റ്റോ നടന്നതായി ഒരു വിവരവുമില്ല. ഹിമാചൽ പ്രദേശ്, ബംഗാൾ, ആസാം തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിലും റെയ്ഡ് നടന്നിട്ടില്ല. ഇതിൽ ഹിമാചൽ പ്രദേശിലെത്തിച്ചാണ് വാഹനങ്ങൾക്ക് ഇന്ത്യൻ രജിസ്ട്രേഷൻ തരപ്പെടുത്തിയതെന്ന് കണ്ടെത്തിയിട്ട് പോലും അന്വേഷണം അവിടേക്ക് നീളുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമത്വം കാണിച്ചുവെന്ന് ഒരു കസ്റ്റംസ് ഓഫീസറാണ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഔദ്യോഗിക വെബ്സൈറ്റുകളുടെ വിശ്വാസ്യതയും സുരക്ഷിതത്വവും രഹസ്യ സ്വഭാവവുമാണ് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ചോദ്യം ചെയ്യുന്നത്. കസ്റ്റംസിൻ്റെ അസാധാരണ വാർത്താ സമ്മേളനത്തിലും ചിലർ ദുരൂഹത ആരോപിക്കുന്നു. കസ്റ്റംസ് കമ്മീഷണർ ടി ടിജു ഇക്കാര്യത്തിൽ എന്തിന്, ആരുടെ നിർദ്ദേശപ്രകാരം അമിതാവേശം പ്രകടിപ്പിച്ചു എന്നതാണ് ഉയരുന്ന സംശയം. വാർത്താ സമ്മേളനത്തിനിടെ കമ്മീഷണർക്ക് വന്ന ഫോൺ കോളും തുടർന്ന് വാർത്താ സമ്മേളനം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാണിപ്പോൾ. Sir, already going on, sir. ചില പ്രത്യേക നടന്മാരുടെ വീടുകളിൽ നടത്തിയ കസ്റ്റംസ് റെയ്ഡ്, പിന്നാലെ കസ്റ്റംസ് കമ്മീഷണർ ടി ടിജു മുൻകൂട്ടി സമയം നിശ്ചയിച്ച് നടത്തിയ വാർത്താ സമ്മേളനം എല്ലാം കൂടി കാണുമ്പോൾ പഴയ സ്വർണ്ണക്കള്ളക്കടത്ത് തിരക്കഥ പോലെ ഏതോ നാടകത്തിനുള്ള തുടക്കമാണോ എന്ന് സംശയിക്കാവുന്നതാണെന്നാണ് ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.